ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇടുക്കിയിൽ പോകുന്ന ഒരു വിശേഷമാണ്. എന്തിനാണ് ഇടുക്കി പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിലൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒരു നൂലുകെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുക്കിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ബസ്സിൽ ട്രിവാൻഡ്രത്തുനിന്ന് ഇടുക്കി വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ നൈറ്റ് തിരിക്കുവാണ്. ബസ് 10 മണിയോടെ എത്തും. അപ്പോൾ നമ്മൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കസിൻസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഫുൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ അമ്മാമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി റോഡിലോട്ട് പോവുകയാണ്. വണ്ടി ഇനിയിപ്പോൾ വരും, നമുക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ഇടുക്കി ഗൈസ്. അപ്പോൾ നമ്മൾ നാളെ രാവിലെയാണ് നമുക്ക് അവിടെ എത്തിയിട്ട് നൂലുകെട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇനി നമുക്ക് റോഡിലോട്ട് പോകണം. പിന്നെ റോഡിലോട്ട് നമ്മുടെ കസിനാണ് ഗൈസ്, വരാൻ പറ്റാതെ ജർമ്മനിയിലാണ്. അതിൻ്റെ വിഷമാണ് ഗൈസ് കാണുന്നത്. സോ ഗൈസ്, അപ്പോൾ എല്ലാവരും വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഗൈസ്, അവരെല്ലാവരും അങ്ങ് വീട്ടിൽ നിൽക്കുകയാണ്. ഞാനിങ്ങനെ പെരുങ്കുടമുള്ള നമ്മളെ മെയിൻ സ്ഥലത്തോട്ട് വന്നു. ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ കയറ്റാനുണ്ട്. ഇങ്ങനെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയിലോട്ട് ആൾക്കാരെ കയറ്റി നമ്മുടെ വീട്ടിലോട്ട് ആൾക്കാരെല്ലാം എടുക്കാൻ പോകുന്നത്. അപ്പോൾ സോ ഗൈസ്, ഞാൻ അങ്ങോട്ട് പോവാം. ഗൈസ്, അപ്പോൾ ഇനി വണ്ടിയിൽ കയറി നമ്മളൊന്ന് സീറ്റെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എല്ലാവരും ഒന്ന് ഇരുന്നിട്ട് കുറച്ച് വൈബ് പരിപാടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പാട്ടിട്ട് ഡാൻസൊക്കെ കളിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആവുകയാണ്. ആദ്യം എല്ലാവർക്കും സീറ്റ് കൊടുത്ത് പതിവ് പോലെ നമ്മളെല്ലാവരും ബാക്കിലോട്ട് തന്നെ അങ്ങ് സെറ്റായി എല്ലാവരും ഇരുന്നു. ഇനി നമ്മളൊന്ന് ഉറങ്ങി കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ കുമളിയിൽ നമ്മൾ എത്താൻ പോവാണ്. അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മൾ കുമളി എത്തി. ഇവിടെ ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഒരു ഡോർമെറ്ററി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 30 ബെഡൊക്കെയുള്ള ഒരു ഡോർമെറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കുറച്ച് പേരെല്ലാവരും ഒന്ന് കിടന്ന് റെസ്റ്റൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ തിരക്കണ്ടില്ല, രാവിലെ മുഖമൊക്കെ ഒരുമാതിരിയായി. ഇന്നലെ നൈറ്റോ നേരം ഉറങ്ങിയൊന്നുമില്ല. പിന്നെ ഇനി നമുക്ക് റെഡിയായി, പല്ലൊക്കെ തേച്ച് റെഡിയായി, ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും റെഡിയായി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവരും റെഡിയായി കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ അമ്മാമ്മയും അപ്പച്ചന്മാരും അങ്ങനെ അവരൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര വൈബടിച്ച് ചില്ലടിച്ചൊക്കെ ഇരിക്കുവാണ്. അതേ ഇവിടെ അമ്മയും പപ്പയും റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ അവരും റെഡിയായി ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. ഇനി കാപ്പി കുടിക്കണം ഗൈസ്. എല്ലാവരും റെഡിയായി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് 10:30-ക്കകത്ത് തിരിക്കും. 10:30-ക്കകത്താണ് തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് അവിടെ നൂലുകെട്ടിന് പോകും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്ററിനകത്തുണ്ടല്ലേ. അപ്പോൾ 3.5 കിലോമീറ്ററിനകത്തുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. 11:30-ക്കാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ വെച്ചേക്കുന്നത്. സംഭവം ഇവിടെ വീട്ടിലുള്ള സംഭവം സെറ്റപ്പൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ജോഹാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൊച്ചനിയൻ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും കുഞ്ഞനിയനാണ്. ഇവിടെ നോക്കിയേ ജോഹാൻ. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത വണ്ടി താഴെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ വണ്ടിയുടെ അടുത്തോട്ട് പോകണം. ടൈം ആകുമ്പോൾ പോകത്തുള്ളൂ നമ്മൾ. അപ്പോൾ അതുവരെ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്കിനി ടൈം ആകുമ്പോൾ പോകാമല്ലേ. സോ ഗൈസ്, അടുത്ത ഫുഡ് ടൈമാണ്. ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ പപ്പയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി ഒരുങ്ങി നമ്മൾ നേരെ ഇനി നൂലുകെട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഗൈസ്, എല്ലാം സെറ്റാണ്. അമ്മ മിക്സിക്കകത്ത് കൈയിട്ടുകൊണ്ട് അമ്മ സ്പൂണ് വെച്ചാണ് ഗൈസ് കഴിക്കുന്നത്. ഗൈസ്, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങി ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പായിട്ടൊക്കെ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ താഴോട്ട് പോകണം. പക്ഷേ ഇവിടെ നിന്ന് താഴോട്ടാണ് നമ്മുടെ ബസ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ താഴോട്ട് പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇനി ബസ്സിനടുത്തോട്ട് പോവുകയാണ്. എല്ലാവരും ഫ്രണ്ടിലോട്ട് നടന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങുവാണ്. അപ്പോൾ ഇനി ഇവിടെ മെയിൻ റോഡിൽ നിന്ന് ഇച്ചിരി അങ്ങോട്ട് അകത്തോട്ട് നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി നടക്കുവാണ്. നമ്മളും
ഇനി ഇറങ്ങിയിട്ട് നടക്കണം. ഗൈസ്, അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോളുണ്ട്. അപ്പോൾ ഹോളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വീട് ജസ്റ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ കല്യാണത്തിനൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി നൂലുകെട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത്ര എക്സൈറ്റ്മെൻറ്റോടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിനി വീടും കണ്ട് നൂലുകെട്ടും കൂടിയിട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കുടിക്കാം. നമുക്കപ്പോൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് ഇനി ഇത് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് പ്ലാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ച് നേരെ ചേച്ചിയുടെ വീട് കാണാൻ പോകാൻ വെച്ചു. ഗൈസ്, അപ്പം നമുക്ക് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ വീട് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് വീട് വരെ പോയൊന്ന് വീട് കണ്ടിട്ട് വരാം. ഗൈസ്, അപ്പം നമ്മൾ പിള്ളേർ മാത്രമാണ് വീട് കാണാൻ പോകുന്നത്. അപ്പോൾ അവർ ബാക്കിയുള്ളവരെല്ലാം അവിടെ റെസ്റ്റ് എടുക്കുവാണ്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് അവരവിടെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വീട് കണ്ടിട്ട് വരാം. ഞാൻ പറയാം. ഹലോ ഗൈസ്, ഇന്ന് ഇത് ലേയ, അത് ആരോ, അതൊക്കെ ആരോ 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 ആരോ. ഗൈസ്, അപ്പോൾ ഇതാണ് വീട്. നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീടിനകത്ത് കയറി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് വീട്. റെഡി ആയി നിൽക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിനകത്തൊന്ന് കയറി കണ്ടിട്ട് വരാം. വീട്ടിനകത്ത് കയറി ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളൊന്ന് വീടിനകത്ത് കയറി കണ്ടിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുമണി. ഇതെൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ഇവൻ്റെ നൂലേട്ടനാണ് ഞങ്ങളിവിടെ വന്നത്. ഇനി കുഞ്ഞുമാവൻ ഞാൻ അങ്ങനെ ഇന്ന് ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. അപ്പോൾ ഞാൻ എടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ പുറത്തൊക്കെ തന്നെ ഇരുന്നിട്ട് ഇനി ഞങ്ങളുടെ ആൾക്കാരൊക്കെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആൻറ്റി, ഇതാണ് ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്കിനി തിരിച്ച് ഓഡിറ്റോറിയത്തിൽ പോകാം. നമ്മൾ വീടൊക്കെ കയറി കണ്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് ഇവിടെ ഓഡിറ്റോറിയത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഫംഗ്ഷൻ ഇനിയിപ്പോൾ തുടങ്ങാൻ സമയമായില്ലേ, ഏകദേശം ഒരു 11-21 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങാൻ ടൈമായി. അപ്പോൾ ഇനി നമുക്ക് ഫംഗ്ഷൻ ഗൈസ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഇടുക്കി സ്പെഷ്യൽ ഫുഡ്, ഇടുക്കി സ്പെഷ്യൽ സദ്യ. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാം. എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ട്രിവാൻഡ്രത്തിനേക്കാളും കുറച്ച് വ്യത്യസ്തമല്ലേ ഇടുക്കി സ്പെഷ്യൽ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം, കൂട്ടാനുകളും കറികളും. ഞാനൊന്ന് കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും ദൂരം ഇടുക്കി വരെയൊക്കെ വന്നേയില്ലേ. അപ്പോൾ നമ്മൾ പരുന്തുംപാറ അങ്ങനെ അതിൻ്റെ കുറച്ച് ഏരിയ ഒക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ബസ്സിലെല്ലാവരും കൂടെ അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ
പരുന്തുംപാറ റോഡ് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ പോയ വഴിക്ക് തന്നെ ഒരു ടീ ഫാക്ടറിയിൽ ഇറങ്ങി. അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങി ഇവിടെ നിന്ന് കുറച്ച് തേയിലപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി ഇതാ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പരുന്തുംപാറയ്ക്ക് പോകണം. പരുന്തുംപാറയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു പള്ളി കാണണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് തേയിലപ്പൊടിയൊക്കെ മേടിച്ചിട്ട് പോവാം. അപ്പോൾ ഇത് AVT തേയിലപ്പൊടി അതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റാണ്. അപ്പം ഞങ്ങൾ ഇവിടെയും കൂടെ ഇറങ്ങി കുറച്ച് പേർക്ക് തേയിലപ്പൊടി മേടിക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും വീണ്ടും ബസ്സൊക്കെ ഒതുക്കിയിട്ട് ഇറങ്ങി ഞങ്ങൾ കഫേയിലോട്ട് പോവാ. ആണോടാ എല്ലാവരും? പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ്. ഇവിടെ ചോക്ലേറ്റും ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കഫേ കയറി നോക്കാം. അപ്പോൾ ഈ ചായയും കുടിച്ചിട്ട് ഇനി നമുക്ക് പരുന്തുംപാറയ്ക്ക് പോവാം. പരുന്തുംപാറ ഇനി ഇവിടെ നിന്ന് ഇച്ചിരി കൂടിയേ ഉള്ളൂ. അപ്പോൾ പരുന്തുംപാറയ്ക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ പരുന്തുംപാറയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു പള്ളി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ കയറി. പട്ടുമല മാത തീർത്ഥാടന കേന്ദ്രം. അപ്പോൾ ആ പള്ളിയിൽ കൂടി ഞങ്ങൾ കയറി. ഇവിടെ ഒത്തിരി സ്റ്റെപ്സ് കയറണം. പള്ളി നല്ലൊരു ലുക്കാണ് കേട്ടോ കാണാൻ. അടിപൊളിയാണ് ഗൈസ്. ഇവിടെ ഒത്തിരി അധികം സ്റ്റെപ്സ് കയറാനുണ്ട്. ഇനി ഇത്രയും സ്റ്റെപ്സ് ഇവിടെ കയറാനുണ്ട്. ഇവിടെ ഇത്രയും സ്റ്റെപ്സ് കയറിയപ്പോൾ എല്ലാവരും ഇച്ചിരി പാടുപെടാൻ തുടങ്ങി. ഇത്രയും സ്റ്റെപ്സ്. ഇതാണ് പള്ളി ഗൈസ്. അപ്പോൾ നമുക്ക് പള്ളിയിൽ വന്ന സ്ഥിതിക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ഇവിടെ നിൽക്കുമ്പോഴുള്ള വ്യൂ ഇതാണ്. അടിപൊളി വ്യൂസ് തന്നെയാണ് അവിടെ പോവാം. നോ ഫോട്ടോഗ്രാഫി. സംസാരിക്കാൻ അടിപൊളി അവിടെ. അതൊരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് നല്ല സൈലൻസും പീസ്ഫുൾ അറ്റ്മോസ്ഫിയറുമാണ്. നല്ല ഞങ്ങളൊരു 10-15 മിനിറ്റോളം അതിനകത്ത് ഇരുന്നായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങണം. ഞങ്ങളിവിടെ സ്റ്റേഴ്സ് വഴിയാണ് വന്നേ. അതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് സ്ലോപ്പുണ്ട്. നമുക്കിനി സ്ലോപ്പ് വഴി താഴോട്ട് പോകാം. സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ലോപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെയെല്ലാം കണ്ടിന്യൂ ഇറങ്ങുവാണ്. നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പരുന്തുംപാറയ്ക്കാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ക്ലൈമറ്റ് ചൂടൊക്കെ മാറി നല്ല കാമായി ഒരു തണുപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇനി പരുന്തുംപാറ പോകുമ്പോൾ സെറ്റ് ക്ലൈമറ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇനി നമ്മളിതാ വണ്ടിയുടെ അടുത്തെത്തി. നമ്മൾ ആ സൈഡ് വഴിയാണ് കയറി വന്നേ. അപ്പോൾ നമ്മൾ ഈ സൈഡ് വഴി ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കയറാം. ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വണ്ടി കയറാം. ഇനി ഇച്ചിരി പേര് ഇവിടെ മേലെ നിന്ന് വരാനുണ്ട്. അവർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി വരാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കയറിയിട്ട് പരുന്തുംപാറയ്ക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി പരുന്തുംപാറ എത്തിയിട്ടുണ്ട്. പരുന്തുംപാറ പാറയൊക്കെ കയറുവാണ്. കുറച്ച്
കുറച്ച് കാറ്റൊക്കെ കൊള്ളാം, കുറച്ച് വൈബാക്കാം. ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കാണണം, സെറ്റാണ്. ക്യാമറയിൽ എത്രത്തോളം ഭംഗിയുണ്ടാവുമെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ അത് കാണണം, പൊളിയാണ് അല്ലേ? മസ്റ്റ്. അപ്പോൾ ഇനി ഇച്ചിരി നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുവാണ്. അപ്പോൾ നാളെ രാവിലെ വീട്ടിലെത്തും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ കുഞ്ഞു വീഡിയോ. നമ്മുടെ നൂലുകെട്ട് വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ബൈ.